കഴിഞ്ഞ ദിവസം ഉറച്ച നിലപാടിൽ പ്രതികരിച്ച വി.ഡി. സതീശനാണ് ഇന്ന് ഒന്നും മിണ്ടാതെ പോയിരിക്കുന്നത്. ഒരു നിറഞ്ഞ ചിരി മാത്രമേയുള്ളൂ. പാർട്ടി വലിയ പ്രതിസന്ധിയിലാണോ നിലവിൽ? തന്റെ നിലപാടിൽ വി.ഡി. സതീശൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് ആവർത്തിച്ച് പറയേണ്ടതില്ലാത്തതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ അത്തരം ഒരു നിലപാടിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഇന്ന് കൊല്ലത്തും ഇപ്പോൾ എറണാകുളത്തും പ്രതികരിക്കാതെ പോയത് എന്ന് കണക്കുകൂട്ടേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാളെ കൊണ്ട് നിയമസഭയിലേക്ക് പോകാൻ താനില്ല എന്ന കാര്യം ഹൈക്കമാൻഡിനെ വി.ഡി. സതീശൻ അറിയിച്ചിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാനും പറ്റില്ല എന്ന സന്ദേശവും ഹൈക്കമാൻഡിന് വി.ഡി. സതീശൻ ഇന്നലെ തന്നെ നൽകിയതാണ്. സമാനമായ നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്കും ഉള്ളത്. രമേശ് ചെന്നിത്തലയും രാഹുൽ രാജിവെച്ചേ പറ്റൂ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പല മുതിർന്ന നേതാക്കളും സമാന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുലിന്റെ രാജി അനിവാര്യമാണ് എന്ന് പല നേതാക്കളും പരസ്യമായ പ്രതികരണങ്ങളിലേക്കുമൊക്കെ ഇപ്പോൾ കടന്നിട്ടുണ്ട്. കോൺഗ്രസിൽ ഏതായാലും രാഹുൽ രാജിവെച്ചേ മതിയാവൂ എന്ന നിലപാടുണ്ട്. ആകെ ഒരു തടസ്സം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം സാധ്യതകളുടെ നിയമപരിശോധന കൂടി കോൺഗ്രസ് നടത്തുകയാണ്. അതില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടാൽ രാഹുലിനോട് രാജിവെക്കാൻ നിർദ്ദേശിക്കും. രാഹുൽ രാജിവെക്കുന്നില്ലെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്നും രാഹുലിന്റെ ഭാഗത്തുനിന്ന് രാജിവെക്കില്ല എന്ന സൂചനയാണല്ലോ ഇപ്പോൾ സാജു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്താകും കോൺഗ്രസിന്റെ തീരുമാനം? കോൺഗ്രസിന് പിന്നെ ചെയ്യാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നത് മാത്രമേ ആ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അടക്കം ഒഴിവാക്കാം. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടക്കം പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയും. അതുമാത്രമേ ആ ഘട്ടത്തിൽ കഴിയുള്ളൂ. ഇന്നലെയും ഒന്നും രാഹുൽ മാങ്കൂട്ടം രാജിക്ക് തയ്യാറല്ല. ഇപ്പോഴും സമാനമായ നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടം തുടരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യത്തിലും കുറെ കൂടി വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കം എന്നതിലും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം രാജ്യസന്നദ്ധനല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലാണെങ്കിൽ കൃത്യമായ ആശയവിനിമയങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം വേണം KPCC അധ്യക്ഷന് ഹൈക്കമാൻഡിന് ഒരു റിപ്പോർട്ട് നൽകാൻ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനവും നിർദ്ദേശവും വരേണ്ടത്. അതിനെ ഈ രാജിവെക്കണോ വേണ്ടയോ എന്നതിൽ എന്തായാലും ഭിന്നാഭിപ്രായമില്ലല്ലോ. രാജിവെക്കണമോ എന്ന കാര്യത്തിൽ വലിയ ഭിന്നാഭിപ്രായമൊന്നുമില്ല. മുതിർന്ന നേതാക്കൾക്കൊക്കെ ഏതാണ്ട് ഒരേ സ്വരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ പ്രതിച്ഛായയാണ് വലുത്, അതിനപ്പുറമല്ല ഒന്നും എന്ന നിലപാടാണ് നേതാക്കൾ സ്വീകരിക്കുന്നത്. രാഹുലിന്റെ രാജിയാവാം എന്ന ഒറ്റക്കെട്ടായ തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും മാത്രമേ ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ളൂ. അക്കാര്യത്തിൽ നിയമവശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാം എന്ന നിലയിലേക്കാണ് പോയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമൊക്കെയായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. നമ്മൾ നോക്കൂ, ഏറ്റവും മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങളാണ് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വനിതാ നേതാക്കളാണെങ്കിൽ നമ്മൾ നേരത്തെ ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം കേട്ടിരുന്നു, ഷാനിമോൾ ഉസ്മാന്റെ പ്രതികരണം കേട്ടിരുന്നു, മുതിർന്ന നേതാവായ ജോസഫ് വാഴക്കന്റെ പ്രതികരണം കേട്ടിരുന്നു. എല്ലാവരും രാജി വേണമെന്ന നിലപാട് തന്നെയാണ് അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അത്തരം കൂട്ടായ രാജി ആവശ്യം വരുന്നു. അതിനെ ധിക്കരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നതിന് ഒറ്റയാനായൊന്നും ഒരു പാർട്ടിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ടി നേതൃത്വം രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വഴങ്ങാതിരുന്നൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഒരു പക്ഷേ കുറച്ച് നേതാക്കൾക്ക് എങ്കിലും ഉണ്ട്. പക്ഷേ അതിനെ പാർട്ടിയിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കിക്കൊണ്ടുള്ള നടപടികളിലൂടെ നേരിടാൻ കഴിയും എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം ആ ഘട്ടത്തിലും ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനമാണ് വേണ്ടത്. ആ തീരുമാനത്തിന് ആകെയുള്ള തടസ്സം എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് വിവിധ തരത്തിലുള്ള പരിശോധനകൾ സംസ്ഥാന നേതൃത്വത്തിനും കോൺഗ്രസ് ഹൈക്കമാൻഡിനുമൊക്കെ നടത്തേണ്ടതുണ്ട്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് മറ്റ് നേതാക്കളുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന ഘടകത്തിന്റെ KPCC നേതൃത്വത്തിന്റെ തീരുമാനം ഔദ്യോഗികമായി കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അറിയിക്കും സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ്. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റേതായ തീരുമാനം വരിക. ഏതായാലും രാജി സാധ്യത തള്ളാതെയാണ് മുഴുവൻ നേതാക്കളും പ്രതികരിച്ചത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം അത്തരത്തിലുള്ളതായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണവും അത്തരത്തിലുള്ളതായിരുന്നു. UDF കൺവീനറായ അടൂർ പ്രകാശിന്റെ പ്രതികരണവും ഈ സാധ്യതകളെ തള്ളാതെ തന്നെ ഉള്ളതായിരുന്നു. അതിനാൽ തന്നെ രാജി എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന അനുമാനത്തിലേക്ക് എത്തണം. പക്ഷേ രാഹുൽ ഇപ്പോഴും വഴങ്ങിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിശദീകരണത്തിൽ നിന്നും കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ഷാഫി പറമ്പിൽ
ഷാഫി ഇപ്പോൾ എവിടെയാണുള്ളത്? ഇക്കാര്യത്തിൽ ഈ രാജിയുടെ കാര്യത്തിൽ എന്താണ് നേതൃത്വത്തെ ഷാഫി പറമ്പിൽ അറിയിച്ചിട്ടുള്ളത്? ഷാഫി പറമ്പിൽ ഇന്നലെയും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളാതെയുള്ള ഒരു നിലപാടാണ് വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം തോട് ഷാഫി പറമ്പിലിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ നേരത്തെ എടുത്തിരുന്ന ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഈ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടുകൂടി അദ്ദേഹത്തിനെതിരെ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ ആ ഘട്ടത്തിലെ അഭിപ്രായവും അതായിരുന്നു. അതുപോലും വിഷമത്തോടുകൂടി പാർട്ടിയുടെ പൊതു തീരുമാനം എന്ന നിലയിൽ സ്വീകരിക്കുകയാണ് ഷാഫി പറമ്പിൽ അന്ന് ചെയ്തിരുന്നത്. സ്വാഭാവികമായും MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തോട് ഷാഫി പറമ്പിൽ അടക്കം ചിലരെങ്കിലും യോജിക്കാതിരിക്കാം. പക്ഷേ അതിനേക്കാൾ മുകളിലുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ നേതൃത്വത്തിന് മുകളിൽ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി കോൺഗ്രസിന് അനിവാര്യമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. അവിടെ ഷാഫി പറമ്പിലിന്റെ വാക്കുകൾക്ക് അപ്പുറമായിരിക്കും മറ്റു നേതാക്കളുടെ സമ്മർദ്ദം എന്ന കാര്യവും ഉറപ്പാണ്. ദിവ്യ, എന്തായാലും അവസാനം വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ നിന്നിട്ടില്ല. കൂടുതൽ ആരോപണങ്ങൾക്ക് മറുപടി പറയാനും രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിട്ടില്ല. എന്തായാലും രാജി സന്നദ്ധനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ പാർട്ടി രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ രാഹുലിന്റെ മുന്നിൽ മറ്റു വഴികളില്ല രാജിവെക്കുക എന്നതല്ലാതെ.